കേരള പി എസ് സിയുടെ വളരെ ബിഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ബിഗ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ എക്സാം ഡേറ്റ് ഔട്ടായിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത ജാനുവരി ഫെബ്രുവരി സമയങ്ങളിലായിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഡേറ്റ് വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരും എക്സ്പെക്ടേഷൻ. ആ ഒരു എക്സ്പെക്ടേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാധാരണ പി എസ് സി നടത്തുന്ന നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6-7 മാസങ്ങൾക്ക് ശേഷമാണ് പി എസ് സി എക്സാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുതിയൊരു എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നവംബറിലാണ് ഈ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ഡേറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് കാറ്റഗറി നമ്പർ 96/2025 അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കുള്ളത് സ്റ്റേറ്റ് വൈഡ്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 14/11/2025 ആണ്. അതായത് നവംബർ 14 ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് വളരെ വേഗത്തിൽ തന്നെ കേരള പി എസ് സി ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് 23/8, അതായത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. 23/8/2025 മുതൽ 11/9/2025 വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനുള്ള കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അതിനുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത് വളരെ അടുത്തെത്തിയിരിക്കുന്നു. അതായത് നമ്മളൊരു 100-150 ദിവസം നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് കേവലം 75 ദിവസങ്ങൾ മാത്രമാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 79 ദിവസങ്ങളാണ് കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് മുന്നിൽ നമുക്ക് ബാക്കിയുള്ളത്. എന്നാൽ ഈ എക്സാമിൽ നിങ്ങൾ ഓൾറെഡി വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ എക്സാം ആകെ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10,008 ആണ്. നമ്മളൊരു ആർ ടി ഐ കൊടുത്തു വരെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആർ ടി ഐയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 10,008 ആളുകൾ മാത്രമാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൺഫർമേഷനും കൂടി വരുന്ന സമയത്ത് ഈ നമ്പേഴ്സിൽ ഇനിയും കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്ന് കേവലം 10,000 അപ്ലിക്കൻസിൽ താഴെ നിന്നുകൊണ്ട് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ എക്സാമിന്റെ ഡേറ്റ് പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇനിയും നമുക്ക് ഈ എക്സാമിന് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് ഇനി പഠിക്കാതിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 75 ദിവസങ്ങൾ കൊണ്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ബാച്ചിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് കൃത്യം 75 ദിവസങ്ങൾ കൊണ്ട് മുഴുവൻ മൊഡ്യൂളുകളും, അതായത് നിങ്ങൾക്കുള്ള 10 മൊഡ്യൂളുകളും സിലബസ് ഓറിയന്റഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ലൈവ് ക്ലാസ്സുകളും അതിന്റെ മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് 75 ദിവസങ്ങൾ കൊണ്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ 75 ഡേ സ്പെഷ്യൽ ബാച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഈ 75 ദിവസം എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഈ എക്സാമിന് സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 75 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇനഫ് ഡേയ്സ് തന്നെയാണ്. കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമിന്റെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നേടിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഈ എക്സാമിന്റെ സിലബസിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസുകൾ ഒന്നും വന്നിട്ടില്ല. നോർമലി നടക്കാറുള്ള 10 മൊഡ്യൂളുകൾ തന്നെയാണ് ഇത്തവണത്തെ എക്സാമിന് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി സിലബസ് കംപ്ലീറ്റഡ് ആണ്. അതിന്റെ ലൈവ് ക്ലാസ്സുകൾ 75 ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 75 ദിവസം എന്ന് പറയുന്നത് ഇനഫ് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രീം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താം. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരമായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഡു ഇറ്റ് നൗ ഓർ നെവർ എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ഇലക്ട്രിക്കൽ പോസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗസറ്റഡ് പോസ്റ്റ്, ഏറ്റവും മികച്ച സാലറിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ ആദ്യ 10 റാങ്കുകളിൽ 4ഉം 5ഉം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ്. അതേപോലെ ഒട്ടനേകം റാങ്കുകൾ കരസ്ഥമാക്കി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻട്രിയുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഒരുപക്ഷെ അടുത്ത വർഷം നിങ്ങളായിരിക്കും ഈ ഒരു അവസരം നേടിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് 75 ദിവസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഈ ഒരു വീഡിയോ കാണുന്ന മൊമെന്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. ഓൾറെഡി പ്രിപ്പറേഷനുള്ള ആളുകളുണ്ടാവും.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കിയ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക. എൻട്രിയുടെ ഇപ്പോഴത്തെ മുഴുവൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ബാച്ചിലുള്ള കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബാച്ച് റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നാളെ തൊട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും പാനിക് ആവേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ നമ്മൾ ഈ ഒരു എക്സാമിനെ നമ്മൾ ക്രാക്ക് ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എൻട്രിയുടെ സ്പെഷ്യൽ 75 ഡേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.